നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന ചില പോരാട്ടങ്ങളുണ്ട്. ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. ഞാൻ എന്തിനാണ് ഇത്രയും അധികം കഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഒന്നും ശരിയാവാത്തത്? ചുറ്റുമുള്ളവർ വലിയ വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ മാത്രം ഇരുട്ടിൽ തപ്പുകയാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അടുത്ത 10 മിനിറ്റ് എനിക്ക് തരൂ. ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു പാഠം ഒരു കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നഗരത്തിൻ്റെ പുറത്തുള്ള ഒരു മലയോര ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു കല്ലുവെട്ടുകാരൻ. അയാൾക്ക് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പാറ പിളർത്തി അവിടെ ഒരു കിണർ നിർമ്മിക്കുക എന്നത്. ആദ്യത്തെ ദിവസം അയാൾ വലിയ ആവേശത്തിലായിരുന്നു. ചുറ്റിക ഉയർത്തി അയാൾ ആഞ്ഞു വീശി. പാറയ്ക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. നമ്മളും ഇങ്ങനെയാണ്. ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴോ ജിമ്മിൽ പോയി തുടങ്ങുമ്പോഴോ ആദ്യ ദിവസങ്ങളിൽ വലിയ ആവേശമായിരിക്കും. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ, മാറ്റമൊന്നും കാണാതെ ആവുമ്പോൾ ആ ആവേശം പതുക്കെ കുറയാൻ തുടങ്ങും. കല്ലുവെട്ടുകാരൻ 10-ാം ദിവസവും 100-ാം ദിവസവും ഒരേ ആവേശത്തിലടിച്ചു. പക്ഷേ ആ പാറ പഴയതുപോലെ തന്നെ നിന്നു. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ റിസൾട്ട് 0ആണ്. നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചോദിച്ചു തുടങ്ങും, ഇതൊന്നും നടക്കില്ല, വെറുതെ സമയം കളയണ്ട എന്ന്. കല്ലുവെട്ടുകാരൻ്റെ മനസ്സിലും സംശയങ്ങൾ തോന്നി തുടങ്ങി. ഞാൻ തെറ്റായ സ്ഥലത്താണോ അടിക്കുന്നത്? എൻ്റെ ചുറ്റികയ്ക്ക് ബലമില്ലേ? ശാസ്ത്രീയമായി ഇതിനെ പ്ലാറ്റി ഓഫ് ലാറ്റന്റ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഫലം ഉള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ അത് പുറത്ത് കാണാൻ ഒരു നിശ്ചിത സമയമെടുക്കും. കല്ലുവെട്ടുകാരൻ കണ്ടത് മാറ്റമില്ലാത്ത പാറയാണ്, പക്ഷേ ഓരോ അടിയും ആ പാറയുടെ ആന്തരിക ഘടനയെ, ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. 1000-ാമത്തെ അടി അയാൾ തൻ്റെ സർവ്വശക്തിയും സംഭരിച്ചു. വേദനിക്കുന്ന കൈകളും തളരുന്ന മനസ്സും അവഗണിച്ച് അയാൾ അവസാനത്തെ അടിയടിച്ചു. പെട്ടെന്ന് ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ ശബ്ദം കേട്ടു. ആ ഭീമൻ പാറ മുകളിൽ നിന്ന് താഴേക്ക് വളരെ കൃത്യമായി 2ആയി പിളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആളുകൾ ഓടിക്കൂടി. അവർ അത്ഭുതപ്പെട്ടു. ഒരടി കൊണ്ട് അയാൾ ആ പാറ തകർത്തു എന്നവർ പറഞ്ഞു. പക്ഷേ ആ കല്ലുവെട്ടുകാരൻ്റെ മാത്രം മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. കാരണം അയാൾക്കറിയാമായിരുന്നു, ആ അവസാനത്തെ അടിയല്ല ആ പാറ 2ആയി പിളർത്തിയതെന്ന്. മറിച്ച് ഫലം കാണാതിരുന്നിട്ടും അയാൾ മുൻപ് നൽകിയ 999 അടികളാണ് ആ വിജയത്തിന് കാരണമെന്ന്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ 999-ാമത്തെ അടിയിലാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്? വിജയം കാണുന്നില്ല എന്നതിനർത്ഥം നിങ്ങൾ പരാജയപ്പെട്ടുവെന്നല്ല, മറിച്ച് നിങ്ങൾ വിജയത്തിനായി കരുതി വെക്കപ്പെടുന്നു എന്നതാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും, അത് പുസ്തകം വായിക്കുന്നതാകട്ടെ, ജോലി ചെയ്യുന്നതാകട്ടെ, അത് വേറെ എന്തുമാകില്ല, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള പുതിയ പാതയായിരിക്കും തുറക്കുന്നത്. ഓർക്കുക, മുളക്കാടുകൾ ആദ്യത്തെ 5 വർഷം മണ്ണിനടിയിൽ വേരുകൾ പടർത്തി മാത്രമാണ് ചെയ്യുന്നത്. പുറത്തേക്ക് 1 ഇഞ്ച് പോലും വളരില്ല. പക്ഷെ 6-ാം വർഷം വെറും 6 ആഴ്ച കൊണ്ട് ഏകദേശം 80 അടി ഉയരത്തിൽ വളരും. നിങ്ങളുടെ വളർച്ചയും ഇപ്പോൾ വേരുകളിലാണ്. ഉടനെ അത് ലോകം കാണുക തന്നെ ചെയ്യും. ഈ കഥ നിങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വീണ്ടും നടന്നുറങ്ങുക എന്ന് ഉറപ്പിക്കുക. ആ പാറ പിളരുന്നത് വരെ നിർത്തരുത്. നന്ദി.